ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ക്രിസ്മസ് തലേന്ന് കണ്ടത് നമ്മുടെ താറാവും കോഴിയും ബീഫൊക്കെ ഇങ്ങനെ റെഡിയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ തലേദിവസം തന്നെ ഇതൊക്കെ റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് കട്ട് ചെയ്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ രാവിലെ എളുപ്പമാണല്ലോ ചെയ്യാൻ. അങ്ങനത്തെ ചേട്ടൻ താറാവിനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ തോലൊക്കെ സെറ്റാക്കി റെഡിയാക്കണുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കോഴിയുണ്ട് അവിടെ. അപ്പം അമ്മ അത് ഉരുളക്കിഴങ്ങും സവാളയൊക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട് നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള. അങ്ങനെ ഞാനും ചേട്ടനും കൂടി പിടിച്ച് കട്ട് ചെയ്യാൻ പോണേട്ട് നമ്മുടെ താറാവും കോഴിയും കുട്ടപ്പന്മാരാ. അപ്പോൾ അതേ കോഴി ആദ്യം താറാവിനെ ഉണ്ട് കട്ട് ചെയ്ത് സെറ്റാക്കണത്. താറാവ് ഞങ്ങൾ വളരെ കുറവുണ്ടെങ്കിൽ ക്രിസ്മസ് ടൈമിൽ മാത്രം ഉണ്ട് വാങ്ങിക്കുന്നത്. പിന്നെ അതേ ഈ കാണുന്നത് നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട, ക്രിസ്മസ് വെളുപ്പിനായിട്ടാണ്. അപ്പോൾ സൗമ്യ എൻ്റെ മസാലക്കൂട്ടൊക്കെ റെഡിയാക്കണേന്ന്. പപ്പിക്കുട്ടൻ എന്നത്തെയും പോലെ അവിടെ കൂട്ടിലിരിക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് മുറ്റൊടിക്കാൻ വേണ്ടി പോയിട്ടാ. പിന്നെ എൻ്റെ വളരെ കുറച്ചുള്ള ചെടികളോട് കുറച്ച് കിന്നാരമൊക്കെ പറഞ്ഞ് 2 ചെടിയിൽ പൂവായിട്ടുണ്ട് കേട്ടോ. വളരെ കുറച്ച് ചെടികൾ മാത്രമല്ല കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഇവിടെ മസാലക്കൂട്ട് താറാവിനുള്ള റെഡി ആയിട്ടുണ്ട്. അങ്ങനെ സൗമ്യ കുക്കറിൽ വേവിച്ചിട്ട് താറാവിനെയൊക്കെ നമ്മുടെ മസാലക്കൂട്ടിലേക്ക് ഇട്ട് നല്ല സെറ്റാക്കി റെഡിയാക്കി എടുക്കണേ കേട്ടോ. നല്ല മിക്സ് ചെയ്ത് കൊടുക്കണേ കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അത് വാഴയിലേക്ക് വെച്ച് മൂടിയിട്ടാണ് കേട്ടോ വേവിച്ചെടുക്കണത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു ഗ്ലാസ് ചായ ഇട്ടിട്ട്, അപ്പോൾ ചായ ഇട്ടിട്ട് ബാക്കി പണികൾ തുടങ്ങാമെന്ന് വിചാരിച്ച് അങ്ങനെ ചായയൊക്കെ ഇട്ട് കുടിച്ച്. പിന്നെ നമ്മുടെ കുട്ടികൾക്ക് സൗമ്യ ക്രിസ്മസ് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു പരസ്പരം കൈമാറി. ഒരു ഗിഫ്റ്റ് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് പൊട്ടിച്ച് നോക്കാനുള്ള ഭയങ്കര ആകാംക്ഷയായിരിക്കുമല്ലോ. അപ്പോൾ ആ ആകാംക്ഷയോടുകൂടി രണ്ടുപേരും പൊട്ടിച്ച് നോക്കണം കേട്ടോ, എന്തായിരിക്കും ഗിഫ്റ്റ് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഉണ്ണി ഗിഫ്റ്റ് പൊട്ടിച്ചത് ആ ഒരു ബോക്സ് ആയിരുന്നു. പിന്നെ ഉണ്ണി ഭയങ്കര ഹാപ്പി ആയിട്ട്. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് കാറിൻ്റെ സെറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ അവനൊക്കെ ഹാപ്പിയായി. പിന്നെ അടുത്തത് നമ്മുടെ മീനൂസിൻ്റെ ഗിഫ്റ്റ് എന്താണെന്ന് കേട്ടോ. അപ്പോൾ മീനൂസും ഇതേ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ മീനൂസിന് ഇതാ ഒരു മേക്കപ്പ് സെറ്റ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ വേറെന്താ ഒരു ബാഗും ഉണ്ട് കേട്ടോ. അപ്പോൾ അത് രണ്ടുമായിരുന്നു മീനൂസ്. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിള്ളേർ ഹാപ്പിയായി. അപ്പോൾ അതേ നമ്മുടെ അമ്മ കുളിച്ച് റെഡി ആയിട്ടൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ താവറി അവിടെ അടിപൊളിയായതുകൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയി കുളിച്ചിട്ടൊക്കെ വന്നു. ഇതാ കുളിച്ച് സിന്ദൂരമൊക്കെ ഇട്ടു. അപ്പോൾ ക്രിസ്മസ് ഒക്കെ ആയിട്ട് നമ്മളിതാ കുളിച്ച് റെഡി ആയിട്ട് കഴിഞ്ഞിട്ടാ. ഇനിയിപ്പോൾ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. നമ്മുടെ മീനുക്കുട്ടി ഓൾറെഡി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ അതേ താറാവിൻ്റെ കൂടെ തന്നെ നമ്മുടെ ചിക്കൻ്റെ പരിപാടി ചെയ്യാനുണ്ട്. ചിക്കനുള്ള മസാലയൊക്കെ റെഡിയാക്കണേണ്. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെള്ളയപ്പം, ഇഷ്ടിക്കറി, പിന്നെ താറാവ് റെഡിയായാലും കുറച്ച് എരിവിന് വേണ്ടിയിട്ട് ഒരു കുഞ്ഞു പീസും പിന്നെ ഇത്തിരി ചാറ് ഞാൻ എടുത്തിട്ടാണ്. അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ ഔട്ട്ഫിറ്റ്? ഇത് രണ്ടും ഞാൻ എന്താ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തുടങ്ങുകയാണ്. വെള്ളയപ്പവും ഇഷ്ടിക്കറിയും താറാവിൻ്റെ ചാറിലൊക്കെ മുക്കി നല്ല അടിപൊളിയായിട്ട് കഴിച്ചു. നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിച്ചു കഴിഞ്ഞു. പിന്നെ അതേ കുറച്ച് ഉള്ളി, നമ്മുടെ ചിക്കന് വേണ്ടിയിട്ടുള്ള ഉള്ളി സവാളയൊക്കെ അരിയണേ കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, നമ്മുടെ ചിക്കനൊക്കെ അതാ റെഡിയായി മസാലക്കൂട്ടൊക്കെ ഇട്ട് ചിക്കൻ വറുത്തിട്ടാണ് വെക്കണത്. അങ്ങനെ ചിക്കനും റെഡി ആവണുണ്ട്. പിന്നെ ഇനിയുള്ളത് നമ്മുടെ ബീഫ് നമ്മളിന്ന് എടുത്തില്ല കേട്ടോ, വൈകുന്നേരത്തേക്ക് മാറ്റി വെച്ചു. അപ്പോൾ ചെറിയ ചട്ടിയിൽ കുറച്ച് എരിവില്ലാതെ കാശ്മീർ മുളക് പൊടി മാത്രം ഇട്ട് വറുത്തെടുത്താണ് കേട്ടോ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതേ കരിമീൻ ഉണ്ട് കേട്ടോ. കരിമീൻ ഇതുപോലെ പൊള്ളിച്ചെടുക്കാന്ന് പറയില്ലേ. അപ്പോൾ അങ്ങനെ വറുക്കാൻ വേണ്ടി മുളകൊക്കെ പുരട്ടി വാഴയിലൊക്കെ ഇട്ട് സെറ്റാക്കണേണ് കേട്ടോ. അപ്പോൾ അതും ഉണ്ട് കേട്ടോ കൂടെ. അപ്പം നമുക്ക് താറാവ്, കോഴി, പിന്നെ കരിമീനും ഉണ്ട്. അപ്പോൾ അതേ ചട്ടിയിലൊക്കെ അതൊക്കെ ഇട്ടു നല്ല എണ്ണയിൽ വറുത്തെടുക്കണേ കേട്ടോ. വൈകുന്നേരം വെള്ളം വന്നിട്ടുണ്ടല്ലേ നിങ്ങൾക്ക്. അപ്പോൾ അതിൻ്റെ കൂടെ അതിനകത്തുള്ള മിക്സൊക്കെ റെഡിയാക്കണം കേട്ടോ കരിമീനിൽ ഇടാൻ വേണ്ടി. പിന്നെ അച്ഛനും ഞാനൊന്ന് സെൽഷിയൊക്കെ എടുത്തു. അപ്പോൾ കണ്ടോ കരിമീൻ ഇങ്ങനെ പൊള്ളിച്ചെടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ തക്കാളിയും സവാളയൊക്കെ വഴറ്റി ആ ഒരു മസാല മിക്സ് ഇങ്ങനെ ഇട്ട് വെക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടിപൊളി ടേസ്റ്റിയാണ് ഇത്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കണം. എന്തെങ്കിലും ഇതുപോലെ വിശേഷ ദിവസങ്ങളിലൊക്കെ മാത്രം നമ്മളിങ്ങനെ ഉണ്ടാക്കും. അപ്പോൾ അടിപൊളി ടേസ്റ്റിയാണ് ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴത്തേക്കും ഒരു വെറൈറ്റിയുമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇന്നത്തെ വിഭവങ്ങൾ കാണിച്ചു തരാം. ചോറ്, ചിക്കൻ, പിന്നെ അതുപോലെ തന്നെ ഇതെന്താ ചിക്കൻ വറുത്തത്, പിന്നെ നമ്മുടെ താറാവ് സ്പെഷ്യല്, അതിൻ്റെ കൂടെ പിന്നെ നമുക്കുള്ളത് എന്താണ് നമ്മുടെ കരിമീൻ പൊള്ളിച്ചത്, പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ മോരുകറി, ഒഴിച്ചൊഴിക്കാൻ എന്തെങ്കിലും കറി വേണ്ടേ. അങ്ങനെ ഇതെല്ലാ വിഭവങ്ങളും റെഡി ആയിട്ട് അപ്പോൾ ഞങ്ങളിത് ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നിട്ട് ആദ്യം ചേട്ടന്മാരും അതുപോലെ തന്നെ അച്ഛനൊക്കെ ഇരുന്നു. നമ്മുടെ ഉണ്ണിയും കൂടി ഇരുന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ ചോറൊക്കെ ഞാനും വീഡിയോ എടുക്കണുണ്ട്. ചേട്ടൻ തന്നെ വിളമ്പിയൊക്കെ എടുക്കണുണ്ട്, അച്ഛനും വിളമ്പിയൊക്കെ കൊടുക്കണുണ്ട്. അമ്മ ഒന്ന് പുറത്തേക്ക് പോയേക്കണേ കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അമ്മ ഈ സമയത്ത് ഇല്ലാത്തത്. അപ്പോൾ അങ്ങനെ ചേട്ടനും ഉണ്ണി അച്ഛനും ക്രിസ്മസ് സ്പെഷ്യൽ സംഭവങ്ങളൊക്കെ കഴിച്ചു തുടങ്ങിയിട്ടാ. പിന്നെ നമ്മുടെ നെയ്തൊക്കെ ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് വരുമായിരിക്കും കേട്ടോ, ഫുഡ് കഴിക്കാനായിട്ട് വരുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവരെത്തിയിട്ടില്ല. അങ്ങനെ മീനൂസ് എന്തോ കാര്യത്തിന് പിണങ്ങിയെന്നുകൊണ്ട് വന്നിരുന്നില്ല കേട്ടോ. മീനൂസ് അപ്പോൾ ഫോൺ നോക്കിക്കൊണ്ടിരിക്കണേണ്. അതിൻ്റെ ഇടയ്ക്ക് മീനൂസിനും വാരി കൊടുക്കണുണ്ട് കേട്ടോ സൗമ്യ. അപ്പോൾ അവളും ഫുഡ് കഴിച്ചു തുടങ്ങി. ഇനി ഞാനും സൗമ്യയും കഴിക്കാനുണ്ട്, പിന്നെ അമ്മയുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളിത് കുറച്ച് വാങ്ങിനൊക്കെ എടുത്ത് സെറ്റാക്കി വെച്ചിട്ടാ.
അങ്ങനെ ഞാനിരുന്നു, സൗമ്യ ഇരുന്നു, ഞങ്ങളും ക്രിസ്മസ് ഫുഡ് കഴിച്ചു തുടങ്ങി. അപ്പം ഫുഡിങ് കഴിഞ്ഞാൽ പിന്നെ ഇനി പ്രത്യേകിച്ച് വേറെ പരിപാടിയൊന്നും ഇല്ല. ക്രിസ്മസ് ആയിട്ട് പിന്നെ ബീച്ചിൽ ടൂറിസം മേള സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അവിടെ പറ്റിയാൽ പോകണം. പിന്നെ ന്യൂ ഇയർ വരെ ഉണ്ട്, ടൈം ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അമ്മ വന്നു. അമ്മ ഇതാ റെഡ് സാരിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്മയും കുട്ടികളൊക്കെ ഇരുന്നൊന്ന് ഫോട്ടോസ് എടുത്താണ്ട്, അമ്മ റെഡ് സാരിയിലെ ഫോട്ടോസ് എടുക്കണമെന്നുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്തു. പിന്നെ അപ്പം ഞങ്ങൾ കുറച്ച് ജസ്റ്റ് ഒന്ന് കടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നീതൊക്കെ വന്നിട്ട് അപ്പോൾ ആമിയായിട്ട് ഫോട്ടോസൊക്കെ എടുത്ത് ഇത് ഉറങ്ങി എഴുന്നേറ്റ് എല്ലാവരും കൂടി ബ്രെഡ് കഴിച്ചുകൊണ്ടിരിക്കണേട്ടോ. എല്ലാം കൂടി കൂട്ടത്തോടെ ഇരിക്കുമ്പോൾ നല്ല രസമുണ്ടാ. പിന്നെ വൈകുന്നേരത്തെ ഫുഡൊക്കെ റെഡിയാക്കുന്നുണ്ട്. നദീഷേട്ടനും മീനൂസ് കളിച്ചുകൊണ്ടിരിക്കേണ്ട. ജസ്റ്റ് ഉണ്ണി ഫോണിലാണ്, അച്ഛൻ അവിടെ TV കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ വൈകുന്നേരത്തെ റൈസ് റെഡിയായി. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യലും കാര്യങ്ങളൊക്കെ ഇതൊക്കെയായിരുന്നു. ഇന്നത്തെ ദിവസം ഇങ്ങനെയായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ടാറ്റാ.